ഞാനൊരു കവിത പാടിക്കൊണ്ട് പറയാം, സന്തോഷമാണ്. കണ്ണുവേണം ഈ ഒരു എപ്പോഴും കണ്ണുവേണം താഴെ കണ്ണിലെപ്പോഴും കത്തിജോലിക്കും ഉൾക്കണ്ണു വേണം അണയാത്ത കണ്ണ. കവിതയാണ്ട് പറയാം. അർത്ഥവത്തായ വഴികളാണ്. കണ്ണുവേണം ഇപ്പോൾ കണ്ണുവേണം താഴെ കണ്ണിലെപ്പോഴും കത്തിജോലിക്കും ഉൾക്കണ്ണു വേണം അണയാത്ത കണ്ണ. അർത്ഥവത്തായ ഒരു കവിതയാണ്. കടമ്പിട്ടടെ കോഴി കണ്ണിനെ കുറിച്ച് പറഞ്ഞ മനോഹരമായ മറ്റൊരു കവിത പഠിക്കേണ്ടതാണ്. അത് മനുഷ്യന്റെ മനമില്ല എങ്കിൽ കണ്ണുകൾക്കെന്താണ് കാന്തി. മനസ്സില്ലെങ്കിൽ കണ്ണിന് കാന്തി. മനുഷ്യന്റെ കണ്ണില്ലെങ്കിൽ മഴവില്ലെന്താണ് ഭംഗി. കണ്ണില്ലെങ്കിൽ മഴവില്ലെന്ന് ഭംഗിയില്ല. കണ്ണില്ലെങ്കിൽ മഴവില്ല് ഭംഗിയില്ലാത്ത പോലെ മനമില്ലെങ്കിൽ കണ്ണിന് കാന്തി. അല്ലേ? ഞാനൊരു ബൈബിൾ പ്രഭാഷകനാണ്. ഈ ബ്ലൈൻഡായ മനുഷ്യന് യേശു കാഴ്ച കൊടുക്കുന്നു. ഞാനയാളാണ് ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനും തീരുന്നതാണ്. കാരണം ഞാൻ നിങ്ങളൊക്കെ കണ്ണു നോക്കുമ്പോൾ കാണുന്നത് ടെലസ്കോപ്പിട്ട ഡോക്ടറെയോ മുഖം മൂടി കെട്ടിയ നേഴ്സിനെയോ ഓപ്പറേഷൻ തിയേറ്ററും ഒക്കെയാണ് നമ്മുടെ മനസ്സിലിരിക്കുന്നത്. അയാൾ കണ്ണു തോന്നുമ്പോൾ ആദ്യം ഒരു ഗുരുവിനെയാണ് കാണുന്നത്. അതൊരു ഭാഗ്യം. അപ്പോൾ എന്റെ മക്കൾ കഴിവെച്ചിട്ടത് ഉത്തരവാദിത്വം റിപ്പോർട്ടിസം അല്ലെങ്കിൽ സ്വജനപക്ഷപാതം പ്രാതിനിധ്യ ജനാധിപത്യം. സാർ ഓൾറെഡി ക്ലാസ് ഒക്കെ എടുത്ത് ചെയ്തു. പറ്റിയ ഇതിന്റെ പേരാണ് കുറിച്ചൊക്കെ താമസിക്കുന്നത് വാഴൂരാണ്. ഒരു സെമിനാരിൽ വൈസ് പ്രിൻസിപ്പളായിട്ട് അവർക്ക് ഞാൻ ലാംഗ്വേജ് എടുത്തത്. അപ്പോൾ തന്നെ ഇത്തരം പ്രവർത്തനങ്ങളിൽ അത്ര സജീവമായ ഒരാളുകളില്ല. എങ്ങനെയാണ് സന്തോഷാവുന്ന ജപത്തെ എനിക്കറിയുന്നത്. ഏതായാലും അതേപ്പറ്റി ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ചിന്തയിലേക്ക് വരാം. അതുകൊണ്ടൊന്നും വരാം. എനിക്കൊരു മനുഷ്യനെ ജില്ലാതല യൂത്ത് ഫെസ്റ്റിവലിൽ കുറെ ആളുകൾ നിൽക്കുകയാണ്. പേരൻസിന്റെ ഒരു മനുഷ്യൻ അടുത്തിരിക്കുന്ന ആരെങ്കിലും കുട്ടികളുടെ ഇപ്പോഴത്തെ പ്രോഗ്രാം കുറെ കുച്ചിപ്പുലിയാണ്, ഗാനം അല്ലെങ്കിൽ സംഗീതമാണ്, അതല്ലെങ്കിൽ ഗ്രൂപ്പ് ഡാൻസ് ആണ്. ഒത്തിരി ചോദിച്ചപ്പോൾ ഡിസ്റ്റർബ് ആയിട്ട് ഈ അടുത്തിരുന്ന ആരെങ്കിലും പറഞ്ഞു, സാറെ കുറച്ചു നേരമായിട്ട് തന്നെ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുക. ഓരോ പ്രോഗ്രാം വരുമ്പോഴും ഞാൻ വന്നിറങ്ങി വരികയാണ്. ഇതെന്താണ് ഡെയിലി ഡിസ്റ്റർബ് ചെയ്തത്? അപ്പൊ ഈ വന്ന മനുഷ്യൻ പറയുന്നു, സാറേ ഞാൻ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നല്ലേ, ഞാനിതുവഴി പോയതാണ്. അപ്പൊ എന്നെ ജഡ്ജിയായിട്ട് വിളിച്ചാണ് മാസത്തിന് പ്രോഗ്രാമിൽ സമകാലിക പരിസ്ഥിതിയുടെ ചിത്രമാണ്. നേരല്ലെങ്കിൽ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഞാനിതുവഴി പോയതാണ്. അപ്പൊ എന്നെ സന്തോഷ് സാർ വിളിച്ചു എന്റെ പ്രോഗ്രാമിൽ. ഇതിനെപ്പറ്റി പറയാനുള്ള പാണ്ഡിത്യം ഒന്നും എനിക്കില്ല. അപ്പൊ ഞാനൊരു ഇത് ചിന്തിക്കലായി ഒരു ഈ കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്റെ പക്കൽ മറുപടി ഇല്ല. എല്ലാ മറുപടിയും ഉത്തരവല്ല, എല്ലാ ഉത്തരവും മറുപടിയും ഇല്ല. അത് ഇവിടെ ഒരു മറുപടി ഉണ്ടെന്ന് പറയാനാണ് എനിക്ക് സന്തോഷം. നാളെ ഇന്ത്യ നാം ആയിരിക്കുന്ന ഈ രാജ്യം വ്യത്യസ്ത ഈസ്റ്റ് ഇന്ത്യ കമ്പനികളുടെ ഒരു വിഹാര കേന്ദ്രമാണ്. ഇന്ത്യ എന്നാണ് എന്ന് വിളിക്കുന്ന തരത്തില് ഒരു രാഷ്ട്രീയ ഭൂപടം നിർമ്മിതി ആ പൗരാണിക ഇന്ത്യയിൽ സാധ്യമാണ്. പക്ഷെ നമ്മുടെ വേദങ്ങൾ, ഇവിടെ ആരോ വേദങ്ങളെ പറ്റിയൊക്കെ ആവേശപൂർവ്വം സംസാരിക്കും. അപ്പൊ ഈ വേദങ്ങളും ഉപനിഷത്തുകൾക്കൊക്കെ ഒരു പരിമിതിയായി ഉണ്ടാകും. ഈ അവതാര കഥകൾ ഏറ്റവും വലിയ
ഈ അവതാരങ്ങൾ ഇന്ത്യക്ക് പുറത്തേക്ക് എന്താണ് നടക്കുന്നതെന്ന് നോക്കാൻ പോലും സമയം എടുക്കുന്നു. എന്നുവെച്ചാൽ ഭാരതത്തിൽ ധർമ്മം ക്ഷയിച്ചാൽ ഇവിടെ നോക്കാം. അപ്പൊ അതിനപ്പുറത്തുള്ള മനുഷ്യരായിരിക്കില്ലേ? നമ്മുടെ നാട്ടിൽ ഈ കിളികളി എന്ന് പറഞ്ഞൊരു പേര് ഈ ഓണമാണ്. ഈ 10 അവതാരങ്ങൾ ഇന്ത്യയുടെ ബൗണ്ടറിക്ക് അകത്തുനിന്നാണ് ഈ കിളികളി നടന്നത്. അതിനപ്പുറത്ത് മനുഷ്യന് പ്രശ്നമുണ്ട്, അധർമ്മവും ധർമ്മവും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കാത്ത അവതാരങ്ങൾ. അപ്പോൾ ഇത്തരം ചില കഥകളെ അല്ലെങ്കിൽ മിത്തുകളെ നമ്മൾ ചരിത്രമായി ഉൾക്കൊള്ളേണ്ടി വരുന്ന ഒരു വർത്തമാന കാലത്ത് ജീവിച്ചിരിക്കും. അതുകൊണ്ട് ഞാനെപ്പോഴും പറയാറുണ്ട്, നമ്മുടെ രാജ്യം ചെറുകിടങ്ങളായ 600-ലധികം നാട്ടുരാജ്യങ്ങളാണ്. ഈ നാട്ടുരാജ്യങ്ങളുടെ 90% കൈയടക്കി വെച്ചത് ഭരിച്ചിരുന്നത് പേരും തന്നെ ഹിന്ദു രാജാക്കന്മാരായിരുന്നു. ഒരു 10% ഈ രാജ്യങ്ങളെ ഭരിച്ചത് മുഗളന്മാരുടെ പിൻതലമുറക്കാരായ മുസ്ലിങ്ങളായി, മുഗളന്മാരോ കൺവെർട്ടഡായ മുസ്ലിങ്ങളായി. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരാളാണ് ഒരു ക്രിസ്തീയ രാജാവ് ഇതുവരെ ബില്ലാതൊട്ട രാജകുടുംബം. അതൊഴിച്ചാൽ ബാക്കിയൊക്കെ തന്നെ ഹിന്ദുക്കളും അതിൽ മുസ്ലിംസും. ഇവരുടെ യൂണിറ്റി ഇല്ലായ്മ മുതലെടുത്തുകൊണ്ട് തമ്മിൽ വെച്ച് കഴിയുന്ന നാട്ടുരാജ്യങ്ങളുടെ ഐക്യത മുതലെടുത്ത് ഒരു ഘട്ടത്തിൽ പോർച്ചുഗീസാണ്, പിന്നീട് ഫ്രഞ്ചുകാർ, ഡച്ചുകാർ, പിന്നെ ഇംഗ്ലീഷ് ശിക്ഷിച്ചാക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത്. ഈ രാജ്യത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുത്തതാണ് ബ്രിട്ടീഷുകാർക്ക് കൊടുത്തതാണ്. വാസ്തവത്തിലാണ് ഈ രാജ്യത്തെ നാട്ടുരാജാക്കന്മാർ തന്നെ. അത് ഞാൻ എന്റെ പല മെസ്സേജുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ നമ്മുടെ നാട്ടുരാജാക്കന്മാരും 2 രാജ്യങ്ങൾ തമ്മിൽ അടിച്ച് കഴിയുകയാണ്. അത് തിക്കോ ഒക്കെ പറ്റി നിസ്സാരങ്ങളായ കാര്യങ്ങളിൽ ഇത് നടക്കണം. ഈ ഏറ്റുമുട്ടലുകൾ ശക്തമാകുമ്പോൾ സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ബംഗാൾ വഴി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇങ്ങോട്ട് വരുന്നത്. ഈ ഘട്ടത്തിൽ 2 രാജാക്കന്മാർ തമ്മിലുള്ള ആ ഏറ്റുമുട്ടലിൽ ഒരു രാജ്യം തോൽക്കും എന്ന് കാണുമ്പോൾ, ഇവിടുത്തെ ചെറുത്തുനിൽപ്പ് ദുർബലമാണ് എന്ന് കാണുമ്പോൾ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പട്ടാളത്തെ ഒരു രാജ്യം കൂട്ടുപിടിച്ചു തങ്ങളുടെ സഹോദര രാഷ്ട്രത്തെ ആക്രമിച്ച് അവിടെ വരും. സുഗാന വൈഭവത്തോടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ മേഖല മുമ്പിൽ തരത്തിന് വന്നു. അവർക്ക് കൃഷി നടത്തും, മറ്റു പല ഡിമാൻഡുകൾ വെച്ച് ഈ രാജ്യം മുഴുവൻ വൈദേശികർക്ക് നൽകി ഇത്തരത്തിലെ രാജാക്കന്മാര് അവരെ പിന്തുണച്ച് ബ്രാഹ്മണ. ഇന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഏറ്റവും അധികം രാജസ്നേഹം പറയുന്ന സംഘപരിവാരങ്ങളിൽ ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിൽ ഈ ചെറുത്തുനിൽപ്പിന് വേണ്ടി ഒരു ദേശീയമായ ശൈലി നിർമ്മിക്കില്ല. അവർ ചെറുത്തുനിൽപ്പില്ലെന്നല്ല ഉള്ളത്. അതെങ്ങനെയാണ് അതിനെ കൂടെ ആരും തോന്നിച്ച പോലെ ബ്രാഹ്മണ വേദങ്ങളും കർമ്മം കൊണ്ട് കിട്ടുന്നതാണ് ബ്രാഹ്മണ്യവും. അതിലൊന്നും ഒരു അർത്ഥമില്ല. നമ്മുടെ ജീവചരിത്രം മുഴുവൻ ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ ഇവിടെ ആരും കർമ്മം കൊണ്ട് ബ്രാഹ്മണനായിട്ടില്ല. ഒരു ഉദാഹരണം കൊടുക്കാനായിട്ട് കഴിയില്ല. ഋഗ്വേദത്തിലെ 10-ാം അധ്യായം പുരുഷ സൂക്തത്തിൽ വിശദീകരിക്കുന്നു. കൃത്യമായി 4 ജാതി വ്യവസ്ഥ, 4 പേരെ ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യണ്ട്. ഈ ശൂദ്രർ വാസ്തവത്തിൽ നമ്മുടെ നാട്ടിലെ നായർ സമുദായ അംഗങ്ങളാണ് ഒരു ചരിത്രവസ്ഥ. സോഷ്യൽ മീഡിയ ശക്തമായ ശേഷം ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കി തുടങ്ങി. അവർക്കൊക്കെ അല്ലേ മന്നത്തോട്ടരാവിലെ ജീവിതം വായിച്ചുകൊണ്ടോ റോബിൻ ജോസിയുടെ ദില്ലി പഠിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇന്ത്യ ചരിത്രമോ കേരള ചരിത്രമോ പഠിച്ച ഞങ്ങളൊക്കെ അറിയാം. പക്ഷെ അത് പുസ്തകത്തിന്റെ പരിമിതി വിട്ട് പുറത്തേക്ക് ഇറങ്ങാതെ ഈ ശൂദ്രം ദരിദ്രരാണ് എന്നൊരു മാനസികത്തിൽ ഇന്നും ചിന്തിച്ചു പോകും ആളുകൾ. അതുതന്നെ കലാലയ കാലത്ത് പഠന സമയത്തൊക്കെ ഇതിന്ന് പഠിക്കുന്ന കുട്ടികൾ ഓർക്കാറുണ്ട്, ആരാണ് ഈ ശൂദ്രർ? ജ്യോതിബാബുലെ ആദ്യ ശൂദ്രാണ് മതം ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്നും കിടക്കേണ്ടതില്ല. പക്ഷെ ആ നിയമം വെച്ച് നോക്കി കഴിഞ്ഞാൽ ഈ 4 കൂട്ടരാണ് ഹിന്ദുക്കൾ. സോറി, അതിന്റെ 4 കൂട്ടരാണ് ഹിന്ദുക്കൾ. ഈ 4 തരം മനുഷ്യർക്ക് പുറത്ത്
ഹിന്ദുക്കളെ കണ്ടെത്താണ് ഇന്ത്യയിൽ ആദ്യം പരിശ്രമം നടത്തിയ ഒരാളാണ്. ആദരനായ മഹാത്മജിയാണ് എന്നുള്ളത്. അല്ലെങ്കിൽ ആധുനിക ഇന്ത്യയില് ഹിന്ദു മതത്തിന് വേണ്ടി, ഹിന്ദു സമൂഹത്തിന് വേണ്ടി ഇത്രയും ആത്മാർത്ഥമായി പണിയെടുത്ത മറ്റൊരാളില്ല മഹാത്മജിയെ പോലെ. അതെന്താണ് എന്ന് പെട്ടെന്ന് വരികയാണ്. നമുക്കറിയാം ഇന്ത്യയിലെ സ്വാതന്ത്ര്യ ശ്രമങ്ങൾ കൊടുമ്പിരി കഴിഞ്ഞിട്ടുള്ള അത് ഒന്നൊരു സംഭവം കൂടി പറയാനുണ്ട്. ഈ ബ്രിട്ടീഷ് കൊളോണിയലിസം ഇന്ത്യയിലേക്ക് വന്നു. എപ്പോഴും ഈ ആളുകൾ ചരിത്രത്തിൽ ഈ ബ്രിട്ടീഷ് കൊളോണിയലിസത്തെ കണക്കറ്റ് വിമർശിക്കുന്നത് ചില ഗുണങ്ങൾ ഈ ബ്രിട്ടീഷ് കൊളോണിയലിസം നിമിത്തം ഉണ്ടായിരുന്നു. നമ്മുടെ വസ്ത്രം, നമ്മുടെ ഭക്ഷണം, നമ്മുടെ ജീവിത സംസ്കാരത്തെ ഒക്കെ മാറ്റി മറിച്ചത് ഈ ബ്രിട്ടീഷ് കൊളോണിയലിസം കുറെ പങ്കുവഹിച്ചിട്ടുണ്ട്. ഉദാരവൽക്കരണത്തിനും ആഗോളവൽക്കരണത്തിനും അതിന്റെ ചില ദോഷങ്ങളുള്ളപ്പോൾ തന്നെ അതിന് ചില ഗുണങ്ങളുള്ളത് കൊണ്ടാണ് പതിത സമൂഹങ്ങൾക്ക് കുറെയൊക്കെ വീഴ്ച ഉണ്ടായത്. എന്നേക്കോ വേണ്ടി ഇടതുപക്ഷ സമൂഹങ്ങളൊക്കെ ഈ ഉദാരവൽക്കരണത്തേക്ക് എതിർത്തൊരു കാലമുണ്ട്. അതിന്റെ ചില ഗുണങ്ങൾ അനുഭവിച്ചിട്ടാണ് നമ്മളിത് ശരിയോ എന്ന് ചോദിക്കുന്നത്. അതുകൊണ്ട് കാര്യമുള്ളത് ഈ നമ്മുടെ രാജ്യത്ത് അന്ന് ബ്രാഹ്മണത്തിൽ ഏറ്റവും കൂടിയ അവര് കരുതുന്ന സമൂഹമാണ് ചിത്പവൻ. ഗാന്ധിജി വെടിവെച്ചു വന്ന ഗോസ്റ്റൊക്കെ ചിത്പവനാണ്. അപ്പൊ ഈ സമൂഹം വിശേഷിച്ച് ബംഗാളി ബ്രാഹ്മൺസാണ് അവർ ഏറ്റവും ശ്രേഷ്ഠരാണെന്ന് ധരിക്കുന്ന ഒരു പശ്ചാത്തലമുള്ള ആളുകൾ. ഇവരൊരു കാഴ്ച കാണുക ബ്രിട്ടീഷുകാർ വരുന്നത് ഒരു അപ്രഖ്യാപിതമായ കരാറിയാണ് കച്ചവടം നടത്തുന്നത്. അതൊക്കെ രേഖപ്പെടുത്തിയ കരാറുകളാണ്. അത് ഒന്നാണ്. ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടേതായ യാതൊരു സംസ്കാരത്തിലോ നിങ്ങളുടെ യാതൊരു മതപരമായ ആചാരത്തിലോ ഞങ്ങൾ ഇടപെടില്ല. കാരണം ഞങ്ങളുടെ വ്യാപാരമാണ്. അപ്പോൾ ഈ ഒരു കരാറ് ഘട്ടം ഘട്ടമായി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലംഘിച്ചു. അതിലൊന്നായിരുന്നു അത് എല്ലാം ഞാൻ ഓടിച്ചു പറയാം. ഒന്ന്, ഈ രാജ്യത്ത് നിലനിന്നിരുന്ന സതി എന്നൊരു വ്യവസ്ഥയാണ്. അത് നിങ്ങൾ തന്നെ ഭർത്താവ് കഴിഞ്ഞ് ഭാര്യ ചികിത്സയായിട്ട് നൽകി. രണ്ടാമതൊന്ന് മിതവുമായ പുനർവിവാഹമാണ്. ഇനി ഒന്ന് വിവാഹപ്രായം പെൺകുട്ടികളുടേത് അതിരുന്ന അവസ്ഥയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുള്ള ചില സമീപനങ്ങൾ. അതിലും വലിയൊരു കാര്യം വിദ്യാഭ്യാസം സാർവത്രികമാക്കണം എന്നൊരാഗ്രഹമാണ്. ഈ വിദ്യാഭ്യാസം ഈസ്റ്റ് ഇന്ത്യ കമ്പനി സാർവത്രികമാക്കുന്ന ഇന്ത്യക്കാരെ രക്ഷിക്കാനൊന്നും അല്ല. ഇതൊന്നും ചെയ്ത് ഇന്ത്യയുടെ നേട്ടത്തിന് വേണ്ടിയല്ല. ചുരുക്കം ചില മാനുഷിക പരിഗണനകൾ അതിലുണ്ട്. ഒപ്പം തന്നെ വിദ്യാഭ്യാസവൽക്കരണം കൊണ്ടാണ് അർത്ഥം മനസ്സിലാക്കി. അവർക്ക് തൊഴിലാളികൾ വേണം, അവരുടെ സ്ഥാപനത്തിൽ പണിയെടുക്കാൻ ആളെ വേണം. ആ ലക്ഷ്യത്തോടെങ്കിലും തുടങ്ങിയ വിദ്യാഭ്യാസ ശ്രമങ്ങളിൽ നമ്മുടെ രാജ്യത്ത് തീവ്ര ഹിന്ദുത്വ എന്ന അജണ്ടയ്ക്ക് വേണ്ടി നിൽക്കുന്നത് സാക്ഷാൽ ബാലഗംഗാധര പോലെ ബിപിൻ ചന്ദ്രപാലിനെ പോലെ ഒക്കെ ഉള്ള ആളുകളെ സ്വാധീനിക്കും. നിങ്ങൾക്കറിയാം, ഈ സതി നിരോധിക്കപ്പെടും, പെൺകുട്ടികളുടെ വിവാഹപ്രായം നിർത്തുമ്പോഴും അതിനെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുത്ത ഒരാളാണ് സാക്ഷാൽ ലോകമാന്യ ബാലഗംഗാധര. അവർ ബ്രിട്ടീഷുകാരിന്റെ വിടാമെന്ന് ആഗ്രഹിച്ചത് തന്നെ തങ്ങൾ ഇതുവരെ ചെയ്തു പോന്നിരുന്ന ഇത്തരം ചില സുഖസൗകര്യങ്ങളിലേക്ക് ബ്രിട്ടീഷുകാർ ഉടനെ കിടക്കും. വിവാഹപ്രായം എത്രയാണ് ഞങ്ങൾ തീരുമാനിക്കാം, ഭർത്താവിന്റെ ചെയ്ത് ഭാര്യ കാര്യം ഇരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കാം, നിങ്ങൾ ഞങ്ങളുടെ ആചാരങ്ങളിൽ അപ്പൊ ഞങ്ങളുടെ ആചാരത്തിൽ ഇടപെടരുത് ഇത് നിലയിൽ നടത്തിയ ആ മുന്നേറ്റ ശ്രമങ്ങളൊക്കെ വാഴവേലകളായി. 1857 നമ്മളറിയുന്ന മഹത്തായ വിപ്ലവം അല്ലെ ശിവായി ലഹ എന്നൊക്കെ പറയുന്ന ആ മുന്നേറ്റങ്ങൾ കഴിഞ്ഞ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഭരണം ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് പൊളിക്കുകയാണ്. അതുവരെ ഇന്ത്യ ഭരിച്ചിരുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണെങ്കിൽ കേൾക്കണം. ഞാൻ ഇതിലേക്ക് പോയ സമയത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഈ കാര്യാലയം ഒന്ന് കാണാൻ ശ്രമിക്കും. അതൊക്കെ ഇന്ന് നടന്നു കിടക്കാൻ ഞാനിവിടെ ആലോചിച്ചൊരു കാര്യമുണ്ട്. ഈ ചെറിയ ബിൽഡിങ്ങിൽ ഇരുന്നുകൊണ്ട് ഒരു കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത ഒരു സ്ഥാപനം ഇന്ത്യ പോലൊരു രാജ്യത്തെ കോളനി ആക്കിയെന്ന് പറയുമ്പോൾ അതൊക്കെ വലിയ സംഭവമാണ്. നമ്മുടെ നാട്ടിലേക്ക് ഒരു കമ്പനി
ഇന്ത്യ പോലൊരു രാജ്യത്തെ കോളനിയാക്കി ഭരിക്കുക, അതിനെ കീഴടക്കി നോക്കുക. ഇനി മറുവശം, ഞാൻ മാഡം പറഞ്ഞിലേക്ക് വരാം. മറുവശം, ഈ വൈദഗ്ധ്യത്തിന് തങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന സുഖസൗകര്യങ്ങൾ ഘട്ടം ഘട്ടമായി പോകുന്നു. ഇത് തന്നെയാണ് ഒരാവശ്യ പൊതുവെപ്പ് നിൽക്കുന്നത്. ഈ ദേശീയ പ്രസ്ഥാനത്തിൽ വലിയൊരു മാറ്റം വരും. തീവ്രതയോടുകൂടി ബ്രിട്ടീഷുകാർക്ക് വേണ്ടി വാദിക്കുന്നു, അവർക്ക് പോകണം എന്ന് വാദിക്കുന്നു. ആ ചിന്തകൾക്ക് വിപരീതമായിട്ട് ഗോപാലകൃഷ്ണഗോഖലെയുടെയും കേശവ് ചന്ദ്രസെന്നിന്റെയും പിന്നീട് വന്ന മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു മിതവാദി സമ്പ്രദായമുണ്ട്. അവരേറ്റുകൊണ്ടൊന്നുമില്ല, ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അഹിംസയുടെ പ്രചാരവിലകളിലൂടെ എങ്ങനെ ഇവരെ മാറ്റാം, ബോധവൽക്കരണങ്ങളിലൂടെ എങ്ങനെ ഇവരെ മാറ്റാം എന്നൊക്കെ ചില ക്ലാസ്സൊക്കെ നടത്തുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് അംബേദ്കർ എന്ന ഒരു സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ശാസ്ത്രമുണ്ട്, ഒരു ചിന്തകണ്ട് നമ്മുടെ രാജ്യത്ത് വാസ്തവത്തിൽ ശ്രദ്ധ നേടുന്നത്. അംബേദ്കറുടെ ബൃഹത്തായ സംഭാവനകളിൽ ഏറ്റവും ശ്രദ്ധേയമായി തോന്നുന്നത് അദ്ദേഹത്തിന്റെ ഒന്നാം വട്ടമേശ സമ്മേളനത്തിലെ ആ പെർഫോമൻസ്. ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുന്നത് അത് ഗാന്ധിജി ബഹിഷ്കരിക്കുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബഹിഷ്കരിക്കുന്നു. പക്ഷെ അമ്പത്തി ആകാനും ജനകോള കോൺഫറൻസ് ആണ്. ആ കോൺഫറൻസിൽ മുസ്ലിം ലീഗിന്റെ ആവശ്യമാണ് കിട്ടുന്നു. മുസ്ലിം ലീഗ് മുമ്പോട്ട് വെച്ചത് ഞങ്ങൾ ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയാണ്, മതന്യൂനപക്ഷം. അത് സംബന്ധിക്കപ്പെട്ട കാര്യമാണ്. ഇന്നും അതിന് മാറ്റമുള്ള കാര്യമില്ല. പാർട്ടികളെ പോലെ അല്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങളായ ഇതര സമൂഹങ്ങളെ പോലെ, ബുദ്ധിസ്റ്റുകളെ പോലെ ഞങ്ങളാണ് മൈനോറിറ്റി ഹിന്ദുക്കളാണ്. ബാബാ സാഹേബ് ഡോക്ടർ അംബേദ്കർ പറയുന്നത് ഞങ്ങൾ ഹിന്ദുക്കളാണ്. നമ്മുടെ രാജ്യത്തെ ദളിച്ചിന്തത് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ സാഹചര്യത്തേക്കൊന്നും വന്നിരുന്നു. ഇപ്പൊ ഞാൻ ഡേറ്റാക്കുന്നുണ്ടാണോ എനിക്കറിയില്ല, സമഗ്രമായി വേണമെന്ന് അറിയില്ല. 3 തത്വസംഹിതകൾ വളരെ കൃത്യമായി അംബേദ്കർ, അതൊക്കെ ഹിന്ദുസം, മറ്റൊന്ന് ഗാന്ധിസമാണ്, ഇനി ഒന്ന് മാർക്സിസമാണ്. പക്ഷെ ഇത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും ഒരു തരത്തിൽ ഇങ്ങനെ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ വാലായിട്ട് അല്ലെങ്കിൽ അതിനെ ഏതെങ്കിലും തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായിട്ടോ ചുരുങ്ങാറുണ്ട്. എനിക്കിത്ര സംഘടനകളെല്ലാം പേടിയുള്ളത് ഭയം ഒന്നുമില്ല. നിങ്ങൾ അംബേദ്കറിസ്റ്റാണെന്ന് പറയുക, ഈ വർഷം നമുക്ക് കൈപ്പറ്റി വോട്ട് ചെയ്യാന്ന് പറയുക. നിങ്ങൾ അംബേദ്കറിസ്റ്റാണെന്ന് പറയുക, നമുക്ക് ഈ വർഷം CPM കൂടെ നിൽക്കാന്ന് പറയുന്നത്. എന്നാൽ പിന്നെ നമ്മൾ നേരെ CPM ആയ പോലെ നിങ്ങൾ ഇടന്നില്ല എന്തിനാ, അതാ മനസ്സിലാവുന്നത്. കാരണം മറ്റവരെന്നെ വിശ്വസിക്കുകയാണ്. ഞാൻ ഇതുവഴി വന്നിട്ട് കൈപ്പറ്റിയാണെന്നേക്കാൾ നല്ലത് ഞാൻ നേരെ പക്കാ കൈപ്പറ്റിയേണ്ടി വന്ന എന്റെ സ്ഥിരത ഇയാളെ വിശ്വസിക്കാൻ കൊള്ളാമെന്ന് ചിന്തിച്ചു. ഞാൻ അംബേദ്കറിക്കാന്ന് പറയുകയും ചെയ്യുക, നേരെ ഈ 3 ലോടത്ത് എന്നെ കൊണ്ട് പരോക്ഷമായിട്ട് പെടുത്തുന്നത്. ഈ ഒരു പ്രശ്നത്തെയാണ് സത്യത്തിൽ അഡ്രസ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഐക്യതയുടെ പ്രശ്നമുണ്ട്. ഇടയ്ക്ക് ഒരു കാര്യങ്ങൾ പറയാറുണ്ട്. ഈ കാര്യങ്ങൾ എന്റെ വിഷയം വിട്ടുമല്ല, നമ്മുടെ പല ഡിമാൻഡ്സ് അംഗീകരിക്കാത്തതിന്റെ കാര്യം ഐക്യതയില്ല. ഇതിന് ഐക്യതയില്ലാത്ത ഒരു കാലത്താണ് ബാബാ സാഹേബ് അംബേദ്കർ അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾക്ക് യാതൊരു വിഘാതവും ഇല്ലാതെ ആ ആത്മാർത്ഥത നിർത്തി മുമ്പോട്ട് ഇറങ്ങിയത്. കാരണം ഗാന്ധിജി എതിരാണ്. മാത്രമല്ല ഗാന്ധിജി അംബേദ്കർ അന്ന് മത്സരിക്കാൻ ദേഹത്തെ ഒട്ട് പറയാം ഗാന്ധിജി ജയിക്കാൻ. അത്രയും പിന്നെ ഗാന്ധിജിക്കാണ് വലിയ തമാശ. വട്ടമേശ സമ്മേളനത്തിൽ ദളിതരെ പ്രതികരിച്ച പ്രതിനിധികളുണ്ട്, പിന്നോക്കനെ പ്രതികരിച്ച പ്രതിനിധികളുടെ പേര് കേട്ടാൽ അടങ്ങി ഇത് കേട്ട കാര്യമാണ്. ആകെ 58 പേര് ഇന്ത്യയിൽ നിന്ന് പോവാണ്. 16 പേര് പ്രിൻസ്ലി സ്റ്റേറ്റിനെ പ്രതികരിക്കുന്നു, 16 ബ്രിട്ടീഷുകാര്, 58 ഇതര ഇന്ത്യക്കാർ. അപ്പൊ നാട്ടുരാജ്യങ്ങളെ പ്രതികരിക്കും 16 പേര് ബ്രിട്ടീഷുകാർ നിയോഗിച്ച സായിപ്പന്മാര്, 58 പേര് ഇന്ത്യക്കാരാണ്. അതിൽ നിങ്ങൾ പഠിച്ചു നോക്കണം ആരാണ് മറ്റു വിമുക്തരെ, ദളിതരെ, ആദിവാസികളെ പ്രതികരിച്ചവരെ അതൊക്കെ ഉള്ള കാലം. ബാക്കി ബാലഗാനത്തിലാണ് പ്രതികരിക്കാൻ നിൽക്കുന്നത്. മദൻ മോഹൻ മാളവിയാണ് മറ്റു വിമുക്തരെ, ആദിവാസികളെയും ദളിതരെയും പ്രതികരിക്കാൻ ഇവിടെ പോയി. ആ സ്ഥലത്ത് ശക്തിയുക്തം അതൊക്കെ സ്ഥാനത്തും ഞങ്ങൾ കിട്ടുന്നതാണ്. രണ്ടിന് മുമ്പ് തന്നെ നമ്മൾ മുമ്പേ കേട്ടോളെ സഹോദരൻ അയ്യപ്പൻ, അതുപോലെ SNDP യോഗത്തിന്റെ ആദ്യകാല
ജനറൽ സെക്രട്ടറി മാരിൽ ഒരാളായ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ കമ്പനിയിൽ ഒരു പുസ്തകം കിട്ടും. നിങ്ങൾ ചോദിക്കുന്ന പല ചോദ്യങ്ങളും ചോദിക്കാൻ പാടില്ലാത്തതെന്ന് വെച്ചാൽ LKG-യിലാണ് ഈ ചോദ്യം. ആ ചോദ്യത്തിന് വേണ്ട ഹോംവർക്ക് ചെയ്തിട്ട് സാറിനെ കൂടുതൽ മനുഷ്യരോട് അത്രയും ചെറിയ ചോദ്യം ചോദിക്കാൻ പാടില്ല. നിങ്ങൾ പഠിക്കണം, ബുക്കുകൾ കിട്ടും. ആ കൗണ്ടറിൽ ആ മനുഷ്യൻ വളരെ ബുദ്ധിമുട്ടി അപൂർവ ഗ്രന്ഥങ്ങൾ അവിടെ ഇരിക്കുന്നത്. അതിന് കിടപ്പുണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക്. ആ ബേസിക് നോളജ് ഇല്ലാതെ ഇത്തരം ഹോംവർക്ക് ഇവരുടെ ടൈം കളയുന്നത് അതൊരു പ്രയാസമാണ്. ഈ ഹിസ്റ്ററിയോഗ്രഫി ഒക്കെ പഠിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. ഹിസ്റ്ററിയോഗ്രഫി പഠിക്കാത്ത ഹിസ്റ്ററിയെ കുറിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഇയാളുടെ ഉത്തരം പറയാൻ വലിയ പാടാണ്. നമ്മുടെ EMS എടുത്തുകൊണ്ടായിരിക്കും ഞങ്ങളുടെ ചർച്ചയ്ക്ക് വരുന്നത്. സംസാരിക്കാൻ വരുന്നത് EMS ചരിത്രത്തിൽ പറയുന്നത് അല്ലെങ്കിൽ ഇളംകുളം എഴുതിയ ചരിത്രത്തിൽ ഇങ്ങനെ പറയുന്നത് ഏകളടഞ്ഞ ഏടൊക്കെ പോയിട്ട് കാലം കുറയായി. അത് പറഞ്ഞിട്ട് യോഗം അഡ്വാൻസ് ചെയ്തു. പുതിയ രീതി സങ്കേതം അവിടെ വന്നു. ഇപ്പോൾ കിടക്കുന്ന എവിടെയാണ്? ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെ കിടന്നാൽ പോലെ എന്ന് പറഞ്ഞോലെ ഇപ്പോ തിരിഞ്ഞിരിക്കുമല്ലോ. ഞാനിത് കുടുംബവുമായിട്ടാണ് ആഭ്യന്തര വിമർശനമായിട്ട് കാരണം വിഷയങ്ങളെ ഈ ഇമോഷണൽ ആയിട്ട് കാര്യങ്ങൾ വൈകാരികമായിട്ട് എടുക്കുന്നത്. ഇതുപോലെ എന്താ പറയുക, കുടുംബം ഞാൻ പറയുന്നത് സ്വയം വിമർശനമായിട്ട് ഇതിനെ കാണാവുള്ളൂ. അപ്പൊ തിരിച്ചു വരും. അപ്പൊ ഈ സമ്മേളനത്തിൽ കൃത്യമായിട്ടില്ല അംബേദ്കർ അവതരിപ്പിച്ചു. ഞങ്ങൾ ഏത് സാറ് പറഞ്ഞ ഇതിലേക്ക് വരാം. ഏതാണ്ട് 1935 ആകുമ്പോഴേക്കും അയുക്ത ജാതിക്കാരാണ് ഇപ്പൊ ഒരു കാര്യം എഴുതാൻ തോന്നുന്നു. കുറ്റം പറയുമ്പോൾ ഈ സാഹിബ് ഇതിനെ പറ്റി ഗഹനമായിട്ട് ഒരു കാര്യം പഠിക്കാതൊന്നും ചെയ്യില്ല. കാരണം അവൻ അക്കാഡമിക് ലെവലിൽ ആ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഓത്തൂസ് മലബാറിക്കസോ മലബാർ മാനുകളോ ഒക്കെ നിങ്ങൾ പഠിച്ചാൽ മനസ്സിലാക്കുക അവരുടെ ഉദ്യമം അത്ര വലുതാണ്. തദ്ദേശീയരായും ഇതരായും ചെയ്തതിനേക്കാൾ ഒരു കാര്യത്തിൽ അവിടെ ഉൾപ്പെടുന്ന ഗവേഷണാത്മകമായ അന്വേഷണ രീതി അതാണ്.